ഈ കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പുതിയൊരു വിവരം കൂടിയുണ്ട്. ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിങ്ങനെ 8 UDF നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. കണ്ടാൽ അറിയാവുന്ന 692 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. CPM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഷാഫിയുടെ മൂക്കിന് 2 പൊട്ടലുകളുണ്ട് എന്നാണ് വിവരം. ഇംതിയാസ് കരീമാണ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. വലിയ സംഘർഷമാണ്. ഷാഫി പറമ്പിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒപ്പം കേസ് എടുത്തിട്ടുണ്ട്. CPM ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? ഒരു തിരക്കഥയാണ് ഇത്, UDFന്റെ തിരക്കഥയാണ് എന്നുള്ള രീതിയിലാണല്ലോ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് CPMന്റെ ഭാഗത്ത്. പൂജ, ഗുഡ് മോർണിംഗ്. പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ മിനിയാന്ന് തുടങ്ങിയ വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ തുടങ്ങിയ ഒരു സംഘർഷമാണ്. അതാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഷാഫി കോഴിക്കോട് നഗരത്തിലെ തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഷാഫിയുടെ മൂക്കിനും അതുപോലെ തന്നെ കൈക്കുമാണ് പരിക്ക് പറ്റിയിരുന്നത്. ഇന്നലെ തന്നെ മൂക്കിന് പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയ അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അവിടെ നിന്ന് വരുന്ന വിവരം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാറിനെതിരെ, അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെതിരെ 8 UDF പ്രവർത്തകർക്കെതിരെയൊക്കെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. 692 കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെയുമാണ് കേസ്. അതോടൊപ്പം CPM പ്രവർത്തകർക്കെതിരെയുമാണ് കേസുള്ളത്. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി വരെ തുടർന്ന പ്രതിഷേധം, കോൺഗ്രസിന്റെ UDFന്റെ പ്രതിഷേധം അത് ഇന്നും അതേപോലെ തന്നെ തുടരും എന്നുള്ളതാണ് കാര്യം. ഇന്ന് രാവിലെ 9 മണിക്ക് കോഴിക്കോട് IG ഓഫീസിലേക്ക് UDF പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. T സിദ്ദീഖ് MLA നേതൃത്വത്തിലൊക്കെയാണ് ആ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതേ രീതിയിൽ തന്നെ പ്രതിഷേധം നടക്കുകയും ചെയ്യും. പൂജ, നമ്മളിതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം, മിനിയാന്ന് ഒരു CPM UDF സംഘർഷം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലല്ല ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. പ്രധാനമായിട്ട് അവിടെ ഈ CKGM കോളേജിൽ ഉണ്ടായ വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് 4 പതിറ്റാണ്ടിന് ശേഷം അവിടെ KSU-MSF സഖ്യം, UDSF സഖ്യം അവിടെ അധികാരത്തിൽ വരുന്നു. അങ്ങനെ അവർ വിജയാഹ്ലാദ പ്രകടനവുമായി തെരുവിലിറങ്ങിയതാണ്. അങ്ങനെ ആഹ്ലാദ പ്രകടനം പക്ഷേ പോലീസ് തടയുന്നു. ഇങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്താൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ അവിടെ ഒരു സംഘർഷം ഉണ്ടാവുന്നു. പിറ്റേ ദിവസം, അതായത് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് അവിടെ UDF അവിടെ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. ഒരു വൈകുന്നേര സമയത്ത് CPM-ഉം അതുപോലെ DYFI-യും അവിടെ സമാന രീതിയിൽ തന്നെ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനിടയിൽ CPM പ്രവർത്തകരും അതുപോലെ തന്നെ UDF പ്രവർത്തകരും മുഖാമുഖം വരുന്ന ഒരു അവസ്ഥ ഇന്നലെ വൈകുന്നേരം അവിടെ ഉണ്ടായി. ആ സമയത്ത് പോലീസ് ഈ 2 കൂട്ടർക്കുമിടയിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ നിലയുറപ്പിച്ചതിന് പിന്നാലെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ CPM നേതാക്കളും ഒക്കെ 2 കൂട്ടരെയും അനുനയിപ്പിച്ച് പറഞ്ഞയക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ കൂട്ടാക്കിയില്ല. പിന്നീട് പോലീസ് അവിടെ ലാത്തി വീശുകയായിരുന്നു. ആ ലാത്തി വീശലിനിടയിലാണ് ഷാഫി പറമ്പിലിന് പരിക്ക് പറ്റിയത്. അതല്ലാതെ CPM പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ അവിടെ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഇന്നലെ വൈകിട്ടുണ്ടായിട്ടില്ല. ഇങ്ങനെ പോലീസുകാരുടെ ലാത്തി വീശലിലാണ് ഷാഫി പറമ്പിലിനടക്കം പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് കാര്യം. പിന്നാലെ പോലീസും ഷാഫി പറമ്പിലും അവിടെ ഉണ്ടായിരുന്ന DCC പ്രസിഡന്റ് പ്രവീൺ കുമാറുമായിട്ടൊക്കെ വാക്കേറ്റം ഉണ്ടാവുന്ന അവസ്ഥ വരെ ഉണ്ടായി. പേരാമ്പ്രയിൽ ആദ്യഘട്ടത്തിൽ പ്രകടനം നടന്നു. പിന്നീട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഷാഫി പറമ്പിലിനെ എത്തിക്കുകയുമായിരുന്നു ചെയ്തത്. KPCC ആഹ്വാനം ചെയ്തതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലടക്കം സമാന രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു എന്നുള്ളതാണ്. വളരെ പ്രകോപനപരമായിരുന്നു എല്ലായിടത്തും നടന്ന പ്രതിഷേധ പ്രകടനം. കോഴിക്കോട് ഇന്നലെ രാത്രിയിൽ നടന്ന പ്രതിഷേധത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ കീറി, അതോടൊപ്പം തന്നെ തെരുവുകളിൽ ഉണ്ടായിരുന്ന ബാരിക്കേഡുകൾ മറിച്ചിട്ടു. ആ രീതിയിൽ വലിയ സംഘർഷത്തിലേക്കാണ് പോയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ കൂടി മുറുകുകയാണ്. ഷാഫി പറമ്പിൽ MP ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇംതിയാസ് കരീമാണ് നമ്മളടുത്ത് വിവരങ്ങൾ നൽകിയത്.